സഗിൽമാരാണെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ പണ്ടുള്ള സ്ത്രീകൾ എന്ത് ഈസി ആയിട്ടാണ് പ്രസവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ള സ്ത്രീകൾ ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു പേടി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ഫാക്ടർ കണ്ടെടുത്തിട്ട് ഭയങ്കര ടെൻഷൻ അടിക്കുന്നു. ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇവരിലോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നു. ലൈക്ക് ഇത് വലിയ എന്തോ സംഭവമാണ്. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്നു ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. അപ്പോ പുള്ളി എന്താണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്? പണ്ടുള്ളൊരു ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നതാണോ? പണ്ടത്തെ ഈ പറയുന്ന പ്രസവം നടക്കാതെ മരിച്ചവരുടെ എണ്ണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പിള്ളേർക്കുണ്ടായിട്ടുള്ള ഈ പറയുന്ന പോലെ അതിനെ തുടർന്നുള്ള ദൂഷ്യവശങ്ങൾ പുള്ളിക്ക് അറിയത്തില്ലേ? അത് ഇപ്പോൾ അതിനേക്കാളും കൂടുതലാണ്. മാത്രമല്ല പുള്ളി പറഞ്ഞു കേട്ടു ഒരു പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അരി ഇടിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ. ഇതൊക്കെ പുള്ളി എന്ത് നിസ്സാരമാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഇത് പറഞ്ഞുതരാം. പണ്ടുള്ള അടിമകൾ പറഞ്ഞ അടി കൊണ്ട് കാല് പൊട്ടി അത് കുറച്ച് കളഞ്ഞു വ്രണം വന്ന് അത് ബാക്ടീരിയ ഒക്കെ കയറി ആൾക്കാർക്ക് ബോഡി ചൂടായി ഒന്നെങ്കിൽ ഫ്യൂച്ചറിൽ കാല് മുറിച്ച് മാറ്റുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ട് വരെ ആയാൽ പോലും ഇവര് അടിമകളായതുകൊണ്ട് ഇവർ പണിക്കും, അല്ലെങ്കിൽ അവർക്ക് അടി കിട്ടും. മനസ്സിലായി, അടുത്ത വേദന ഇവർ സഹിക്കേണ്ടി വരും. ഈ പറഞ്ഞ അതേ അഖിൽമാരാർ ഒരു വർഷം തൊപ്പി വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാ, എനിക്ക് നല്ല പനിയും തലവേദനയൊക്കെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്റെ കോൾ എടുക്കാത്ത. കുറെ കോൾ കണ്ടി എടുത്തില്ല. ഇതിപ്പോ ഞാൻ രണ്ടാമത് നീ ആയോണ്ട് നീ വിളിച്ചോണ്ട് എടുത്താന്ന് പറഞ്ഞു. ഈ കോൾ പോലും എടുക്കാൻ പറ്റുന്ന അഖിൽമാരാർ എന്നാ പിന്നെ ഇങ്ങനെ ചിന്തിച്ച് നിങ്ങളൊരു ജോലി ഇതാണല്ലോ, നിങ്ങൾ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഈ സാധനമാണല്ലോ നിങ്ങൾ ഈ പറയുന്ന പോലെ ഡിബേറ്റും കാര്യങ്ങളൊക്കെ. തൊപ്പി ആ സമയത്ത് നിങ്ങൾ ഇതിന് വിളിച്ചു, അത് നിങ്ങൾക്ക് ചിന്തിക്കാം, ഓക്കെ ഞാൻ മുമ്പ് പറഞ്ഞൊരു വീഡിയോയുടെ സൈഡ് എഫക്റ്റ് ആയിട്ടായിരിക്കും എന്നെ വിളിക്കുന്നത്, അങ്ങനെ ചിന്തിച്ച് നിങ്ങൾക്ക് അത് പ്രവർത്തിക്കാമല്ലോ. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ഒന്നും അങ്ങനെ ഈസി അല്ല. അപ്പം നിങ്ങളിത് ഈസിയാണ്, ഇത്ര എളുപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യം, ഹോസ്പിറ്റൽസ് കൊടുക്കുന്ന പ്രോപ്പർട്ടി ഈ പറയുന്ന പോലെ ഇതുകൊണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് കൺസൾട്ടേഷൻ കിട്ടുന്നു, അത് അവർക്കൊരു സംഭവം മനസ്സിലാവുന്നില്ല. ഇതാണ് ഇതിന്റെ ഒരു ദൂഷ്യവശങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ സൈഡ് എഫക്ട്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത് വരും. അപ്പൊ അതിനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം എന്ന് പ്രോപ്പറായിട്ട് ഹോസ്പിറ്റൽസ് പറയുമ്പോൾ അത് ഫോളോ ചെയ്യുന്നു. കൊച്ചിന്റെ ഹെൽത്തിനെ മതിക്കും, കാരണം അത്രയും ഇത്. പിന്നെ അരി പൊടിക്കണം എന്നില്ല, പ്രോപ്പറായുള്ള വർക്കൗട്ട്സ് ഉണ്ട്. ഓക്കെ, അരി പൊടിക്കേണ്ടവർക്ക് അരി പൊടിക്കാം, അതാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യും. പക്ഷെ അരി പൊടിക്കണം എന്നില്ല. പണ്ടുള്ളവർ അത് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അത് ചെയ്തേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇങ്ങനെയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ പോയിട്ട് ഇപ്പൊ ഇങ്ങനെ പോകുന്ന ഗ്രാഫ്. അപ്പൊ അത് പണ്ട് കാര്യമില്ല. പണ്ട് ബിഗ് ബോസിൽ ഞാൻ പുള്ളിനെ കണ്ടപ്പോൾ ചോദിച്ചു പുള്ളി എന്താ ബുദ്ധിമാരെയും കാണും, പുള്ളി ഇതിനു മുമ്പ് വന്ന ഒരു മണ്ടനെ അലറൽ വീഴാന്ന് വിളിച്ചു. ഇത് പുള്ളി ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് പുള്ളിയുടെ അലർച്ച കേൾക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അമ്മാതിരി അല്ല, പുള്ളിയുടെ അലർച്ച മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അമ്മാതിരി പുള്ളിയാണ് ഇപ്പൊ മൊത്തം എന്റെ ഇൻസ്റ്റയിൽ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇല്ലെങ്കിൽ ഇത് എന്റെ അൽഗോരിതത്തിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പുള്ളി ഒരു മണ്ടൻ തന്നെയാണ്, അല്ലെങ്കിൽ പുള്ളി പറഞ്ഞ പ്രസ്താവന ഭയങ്കര. കാരണം ഇതിനും നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇതിന് മുമ്പ് മരിച്ചിട്ടുള്ള ഈ പ്രസവം കാരണം മരിച്ചിട്ടുള്ള ഒരു കൂട്ടം സ്ത്രീകളെ ടോട്ടലി പുള്ളി അവമാനിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അത് ഒട്ടും ഇതല്ല.